കൂട്ടുകാരെ എല്ലാവർക്കും മാഷു ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാ ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ടീച്ചർ മക്കൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു തരാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ടീച്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും കഴിഞ്ഞ ദിവസം ടീച്ചർ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഉണ്ടായിരിക്കില്ലേ? ഇനി ഏതെങ്കിലും കൂട്ടുകാർ ആ വീഡിയോ കാണാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ടീച്ചർ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്ത മക്കൾ എന്ത് ചെയ്യാ, തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ പറയുന്നത് കൂട്ടുകാര് നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിന് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരെ ഉണ്ടായിരിക്കാം. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ, നന്നായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാല്ലേ? കൂട്ടുകാരെ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ മക്കൾക്ക് പരിചയമുള്ള ഒരുപാട് സംഖ്യകൾ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഈ തന്നിട്ടുള്ള സംഖ്യകളൊക്കെ വായിക്കാനായിട്ട് അറിയില്ലേ? അറിയാല്ലേ? അപ്പൊ മക്കൾക്ക് ചെയ്യാനുള്ള ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ദാ ഇവിടെ ടീച്ചർ എഴുതി നോക്കിക്കേ, 1 കൂട്ടണം 2. എന്താണ്? 1 കൂട്ടണം 2. അപ്പൊ മക്കൾ എന്ത് കണ്ടെത്തണം? 1ലോട്ട് 2 ചേർത്താൽ എത്രയാണ് ഉത്തരം എന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാ, വേഗം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക കേട്ടോ. എല്ലാ കൂട്ടുകാരും ചെയ്തേ. 1 കൂട്ടണം 2 എത്രയാന്ന് മക്കള് കണ്ടെത്തുക കേട്ടോ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക കേട്ടോ. ഇതുപോലെ ഓരോക്കെ സംഖ്യകൾ തന്നിട്ട് അവ തമ്മിൽ കൂട്ടിയിട്ട് എത്രയാണ് ഉത്തരം കിട്ടുക എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചറോട് തന്നിട്ടുള്ള ഈ 5 കണക്കുകൾ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? ഉത്തരം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയുന്ന കൂട്ടുകാർ എന്ത് ചെയ്യാ, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഉത്തരം എല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അവസാനം നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ ടീച്ചർ ചെയ്തിട്ടുള്ളത് പോലെയാണോ എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1ലോട്ട് 2 ചേർത്ത് നോക്കാം അല്ലെ? 1ലോട്ട് 2 ചേർത്താൽ എത്രയാണ്? എല്ലാ കൂട്ടുകാരും പറഞ്ഞേ, എത്രയാണ്? 3 ഉത്തരം വരുന്നത് അല്ലെ? എത്രയാണ് വരുന്നത്? 3 ആൻസർ വരുന്നത്. അടുത്ത് നോക്കിക്കേ മക്കളെ, 2 കൂട്ടണം 3 അല്ലെ? എത്രയാണ്? 2 കൂട്ടണം 3. 2 + 3 എത്രയാണ് മക്കളെ? എത്രയാണ്? 2ലോട്ട് 3 ചേർത്താൽ എത്രയാണ്? 2 ഇവിടെ ഉണ്ട്, അതിലോട്ട് വീണ്ടും നമ്മളൊരു 3 കൂടി ചേർത്തു. മൊത്തം എത്ര കിട്ടി? എത്ര കിട്ടി? 5 കിട്ടി അല്ലെ? എത്രയാണ് മക്കളെ ആൻസർ വരുന്നത്? 5 ആണ് വരുന്നത് അല്ലെ? ഓക്കെ, അടുത്ത നോക്കിക്കേ മക്കളെ, 3 + 4 ആണ് അല്ലെ? 3 + 4 3 കൂട്ടണം 4 എത്രയാണ് മക്കളെ? 3ലോട്ട് 4 ചേർത്താൽ എത്രയാണ്? എത്രയാണ്? നമ്മൾ 3 ഇവിടേക്ക് മാറ്റി വെച്ചു കേട്ടോ. 3 നമ്മൾ അതിലോട്ട് മാറ്റി വെച്ചു. അതിലേക്ക് നമുക്ക് എത്ര ചേർക്കണം? 4 ആണ് ചേർക്കേണ്ടത് അല്ലെ? അപ്പൊ 3 കഴിഞ്ഞിട്ട് മക്കളൊന്ന് കൂട്ടി നോക്കിക്കേ. 3 കഴിഞ്ഞാല് 4 5 6 7 അല്ലെ? എത്ര മക്കളെ ആൻസർ കിട്ടുക? 7 ആണ് ആൻസർ കിട്ടുക അല്ലെ? അപ്പൊ ഓരോ കൂട്ടുകാരും ആഡ് ചെയ്യുന്ന രീതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ചില കൂട്ടുകാരും എന്ത് ചെയ്യും, ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ടായിരിക്കും ആഡ് ചെയ്തിട്ട് വരിക. അപ്പൊ മക്കൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്, ആ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ തന്നിട്ടുള്ള സംഖ്യകളെല്ലാം കൂട്ടി എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത് നോക്കിക്കേ, ആരാണ് അവിടെ ഉള്ളത്? 5 ഉണ്ട് 3 ഉണ്ട് അല്ലെ? 5 കൂട്ടണം 3 നമുക്ക് ചെയ്യേണ്ടത്. 5 + 3 എത്രയാണ് മക്കളെ? എല്ലാ കൂട്ടുകാരും ഒന്ന് പറഞ്ഞേ, എത്രയാണ്? 8 ആണ് ആൻസർ വരുന്നത് അല്ലെ? എത്രയാണ്? 8 ആണ് ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കിക്കേ, 5 + 6 5 കൂട്ടണം 6 എത്രയാണ് മക്കളെ? 5 കൂട്ടണം 6 എത്രയാണ്? അതൊരു ഇത്തിരി വലിയ സംഖ്യയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് കുറച്ചുകൂടി വലിയൊരു സംഖ്യയാണ്. 5 കൂട്ടണം 6 എല്ലാ മക്കളും പറഞ്ഞേ, എത്രയാണ്? വെരി ഗുഡ്. എത്രയാണ്? 11 ആണ് ആൻസർ വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും നമ്മൾ കൂട്ടിയിട്ട് ഉത്തരം കണ്ടെത്തി എഴുതിയില്ലേ? ഇനി ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള കൂട്ടുകാർ എന്ത് ചെയ്യാ, നിങ്ങളുടെ ആൻസർ ഒക്കെ ശരിയാണെന്ന് നോക്കിക്കേ. ശരിയാണെങ്കിൽ 5-ൽ എത്ര മാർക്ക് കൂട്ടുകാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യാ, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ കേട്ടോ.
ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാല് ജസ്റ്റ് ഈ ആഡ് ചെയ്ത് എഴുതാൻ മാത്രമായിരിക്കില്ല വരിക. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യും, ഇത്തരത്തില് ചിലപ്പം എന്ത് ചെയ്യും, ഒരു പൂവിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയെങ്കിലും ഒക്കെ ഒരു ചിത്രം നിങ്ങൾക്ക് തരും കേട്ടോ. എന്നിട്ട് എന്തുണ്ടാവും, അതിന്റെ ഇതളുകളിലായിട്ട് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസറുകൾ ഉണ്ടായിരിക്കും. 3, 5, 7, 8, 11 എന്നുള്ളത്. എന്നിട്ട് മക്കളടുത്ത് എന്ത് പറയും, ആദ്യത്തെ ക്രിയ ചെയ്തിട്ട് കിട്ടിയ ഉത്തരം ഏതാന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാന് ഒരു ഇതളിന് നിറം നൽകാനായിട്ട് പറയൂ കേട്ടോ. അപ്പം അത്തരത്തിലും മക്കൾക്ക് ചോദിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള സംഖ്യകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് പരിചയമുള്ള സംഖ്യകൾ തന്നിട്ട് ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാനായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? പിന്നെ എന്ത് ചെയ്യാ, ഇത്തരത്തില് നിങ്ങളടുത്ത് നിറം നൽകാനൊക്കെ ആയിരിക്കും ചിലപ്പം പറയാം. അപ്പൊ മക്കള് നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് എന്ത് ചെയ്യാ, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. ഈ 3 രൂപങ്ങൾ കൂട്ടുകാർ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ടീച്ചർ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു വീട് പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലെ? മക്കൾ ചോദ്യപേപ്പറിൽ നല്ലൊരു ചിത്രം അരിഞ്ഞു തരേണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. മക്കൾക്ക് ഇത്തരത്തിലൊരു ചിത്രം തന്നിട്ട് നിങ്ങളോട് ആദ്യം പറയൂ, അതിന് നിറം നൽകി ഭംഗിയാക്കാനായിട്ട് പറയൂ കേട്ടോ. കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാ, തന്നിട്ടുള്ള ഒരു ചിത്രം ഭംഗിയാക്കാനായിട്ട് പറയും. പിന്നെ മക്കൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുക എന്താന്ന് വെച്ചാല്, ടീച്ചർ നേരത്തെ പറഞ്ഞ ഈ 3 രൂപങ്ങളില്ലേ, ഈ 3 രൂപങ്ങൾ ഓരോന്നും എത്ര എണ്ണം വീതമാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് മക്കളുടെ അടുത്ത് എഴുതാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ ടീച്ചർ ഇവിടെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കൊടുത്തത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഗണിതം ഇംഗ്ലീഷ് മീഡിയത്തിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുക, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ മലയാളത്തിലായിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പൊ 2 മീഡിയത്തിലുള്ള കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവാനായിട്ടാണ് ടീച്ചർ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടീച്ചർ മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് ഈ ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമാണ് ഈ തന്നിട്ടുള്ള ചിത്രത്തിലുള്ളത് നോക്കാം. നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ, ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ there? മക്കൾ ഈ ഒരു ഫിഗറിന്റെ ഈ ഒരു രൂപങ്ങളുടെ പേരുകളൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഇതേ ഉള്ളൂ. ഈ രൂപം ഈ തന്നിട്ടുള്ള ചിത്രത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഈ രൂപം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, വേഗം ഒന്ന് വീഡിയോ പോസ് ആക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു രൂപം എത്ര എണ്ണമാണ് തന്നിട്ടുള്ള ചിത്രത്തിലുള്ളത് എന്ന് കണ്ടെത്തിക്കേ. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാ കൂട്ടുകാരും കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നോക്കിക്കേ, എല്ലാവരും ഒന്ന് എണ്ണിക്കേ. ഇവിടെ ഒന്നുണ്ട് അല്ലെ, 1, 2, 3, 4 കഴിഞ്ഞോ? ഇല്ല അല്ലേ? ഇവിടെ ഒരു വലുത് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അത് കൂട്ടാനായിട്ട് കൂട്ടുകാരൻ മറന്നു പോകരുതേ. അപ്പൊ എത്രയായി? 5 ആയി അല്ലേ? 1, 2, 3, 4, 5 അല്ലെ? എത്ര ഉണ്ട് മക്കളെ? ഈ ഒരു രൂപം എത്ര എണ്ണം ഉണ്ട്? അതില് 5 എണ്ണം ഉണ്ട് അല്ലെ? എത്രയാണ്? 5 എണ്ണം ഉണ്ട് അല്ലെ? ഇതിന്റെ പേരെന്താണ്? നമ്മൾ ചതുരം എന്നൊക്കെ പറയൂ അല്ലെ? ഇനി പേര് ഓർമ്മയില്ലെങ്കിലും വേണ്ട, മക്കൾ എന്ത് ചെയ്യാ, ഈ ഒരു ഷേപ്പ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എത്ര ഉണ്ട് മക്കളെ? 5 എണ്ണം ഉണ്ട് അല്ലെ? അടുത്ത നോക്കിക്കേ മക്കളെ, ഹൗ മെനി സർക്കിൾസ് ആർ there? അതായത് ഈ തന്നിട്ടുള്ള ചിത്രത്തിൽ എത്ര വട്ടമുണ്ട്? എത്ര വട്ടമുണ്ട്? ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്നെ നോക്കാം. നോക്കിക്കേ, 1, 2. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ. എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ആകെ 2 വട്ടം മാത്രമേ നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിലുള്ളൂ അല്ലെ? അപ്പൊ കൂട്ടുകാരെല്ലാവരും ഇവിടെ എഴുതിക്കേ, എത്രയാണ്? 2 ആണ് അല്ലെ? 2 എന്ന് എഴുതാ കേട്ടോ. ഓക്കെ മക്കളെ, ലാസ്റ്റ് വൺ നോക്കിക്കുക, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ there എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഈ കാണുന്ന രൂപം എത്ര എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ള പിക്ചറിലുള്ളത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എണ്ണി നോക്കിക്കുക മക്കളെ, എത്രയാണ്? ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട് അല്ലെ? 1, ഇവിടെ 2. ഇനി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ആകെ 2 എണ്ണം മാത്രമേ നമ്മുടെ ചിത്രത്തിലുള്ളൂ. അപ്പം അതും എത്രയാണ് മക്കളെ വരുന്നത്? 2 ആണ് അല്ലെ? 2. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായോ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്ത് നമ്മൾ ആദ്യം ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് ആദ്യം നമ്മൾ നിറം നൽകി ഭംഗിയാക്കി. അതിനുശേഷം ഈ 3 രൂപങ്ങളിൽ ഓരോന്നും എത്ര വീതം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? തന്നിട്ടുള്ള കോളങ്ങളിൽ എഴുതി. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. നോക്കിക്കോ മക്കളെ, ഇനി നിങ്ങൾക്ക് ഗണിതത്തിൽ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ചിത്രങ്ങളൊക്കെ തരും. എന്നിട്ട് ആ ചിത്രങ്ങളിൽ ഏറ്റവും നീളം കൂടുതൽ ഏതിനാണെന്ന് കണ്ടെത്താനായിട്ട് പറയും. എന്താണ്, കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ട് ആ ചിത്രങ്ങളിൽ ഏറ്റവും നീളം കൂടുതൽ ഏതാന്ന് കണ്ടെത്താനായിട്ട് പറയും കേട്ടോ. മക്കൾ ഇവിടെ നോക്കിക്കേ, ടീച്ചർ ഇവിടെ ഒരു പെന്നിന്റെ ചിത്രം വരച്ചു കേട്ടോ. ഒരു പെന്നിന്റെ ചിത്രം വരച്ചു. അതിനുശേഷം ഒരു വടിയുടെ ചിത്രവും വരച്ചു കേട്ടോ. 2 ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു പെന്നിന്റെ ചിത്രം വരച്ചു, ഒരു വടിയുടെ ചിത്രം വരച്ചു, പിന്നെ ഒരു സ്പൂണിന്റെ ചിത്രം കൂടി വരച്ചു അല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഒരു 3ഓ 4ഓ ചിത്രങ്ങൾ മക്കൾക്ക് തരും. എന്നിട്ട് നിങ്ങളത് ചോദിക്കും, കൂട്ടത്തിൽ ഏതിനാണ് ഏറ്റവും നീളം കൂടുതൽ എന്ന് ചോദിക്കൂ കേട്ടോ. എന്നിട്ട് അത് കണ്ടെത്തിയിട്ട് അതിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറയാ, അതായത് ശരി ഇടാനാണ് പറയാ കേട്ടോ. മക്കൾക്ക് ഇങ്ങനെ ഓരോ ചിത്രത്തിന് താഴെയും ഇത്തരത്തില് ഒരു ബോക്സ് തന്നിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ മക്കളടുത്ത് പറയാ, ഏറ്റവും നീളം കൂടിയ ചിത്രത്തെ ചുറ്റും വട്ടം വരയ്ക്കാനായിരിക്കും പറയണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇതിൽ നോക്കിക്കേ, തന്നിട്ടുള്ള പേനയ്ക്കാണോ അല്ലെങ്കിൽ വടിക്കാണോ അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള സ്പൂണിനാണോ ഏറ്റവും നീളം കൂടുതൽ, അതായത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? എല്ലാ മെഡിക്കൽക്കും അറിയാലേ, ഏതാണ് ഏറ്റവും നീളം കൂടുതൽ? നമ്മുടെ വടിക്കാണ് അല്ലെ. ഏറ്റവും ലോങ്സ്റ്റ് ഏതാണ്? ഈ തന്നിട്ടുള്ള സ്റ്റിക്കാണ് ഏറ്റവും ലോങ്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, ഇതുപോലെ ചിലപ്പോൾ മക്കൾക്ക് ചോദിക്കാം, ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണെന്ന്. ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണെന്ന് ചോദിക്കും. അത് പറയുകയാണെങ്കിൽ മക്കൾക്ക് കണ്ടെത്താൻ ഈസി അല്ലേ. ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും നീളം കുറവ് ഏതാണ്? നമ്മുടെ പേനയ്ക്കാണ് ഏറ്റവും നീളം കുറവ് വരുന്നത് അല്ലേ. അപ്പം മക്കൾക്ക് ചിത്രങ്ങൾ തന്നാൽ അതിൽ വലുത് ഏതാണ് ചെറുത് ഏതാണ് എന്ന് കണ്ടെത്താൻ കൂടി മക്കൾ എന്ത് ചെയ്യാ, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഭാരം കൂടുതലുള്ള സാധനം ഏതാണെന്നുള്ളത്. അവിടെയും നിങ്ങൾക്ക് എന്ത് തരും, കുറച്ച് ചിത്രങ്ങളൊക്കെ തരും. ഇപ്പൊ നിങ്ങൾക്ക് തരാണ് ഒരു കസേര, മേശ, അതുപോലെ തന്നെ ഒരു വീടിന്റെ ചിത്രം. ഇത്രയും ചിത്രങ്ങൾ തന്നു. എന്നാൽ നിങ്ങളത് ചോദിക്കാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ള സാധനം ഏതാണ്? ഏതായിരിക്കും? നമ്മുടെ വീടായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരം വരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ മക്കളത്ത് എന്ത് ചെയ്യും, കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ട് അതിൽ നീളം കൂടിയത് ഏതാണ്, നീളം കുറഞ്ഞത് ഏതാണ്, ഭാരം ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, ഭാരം ഏറ്റവും കുറവുള്ളത് ഏതാ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. നിങ്ങൾ ഉമ്മമാരടുത്ത് നിങ്ങൾ പറയാ, അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ മക്കളടുത്ത് ചോദിക്കാനായിട്ട് പറയാം. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി മക്കള് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പൊ മക്കളോട് എന്ത് ചെയ്യാ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ. ഇവിടെ ചില കൂട്ടുകാര് ക്രിസ്മസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അനു തയ്യാറാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അച്ചു തയ്യാറാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പീലി ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മക്കള് കണ്ടെത്തേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മുടെ അനു എത്ര നക്ഷത്രങ്ങളാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കേട്ടോ. അനു ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ. അത് എണ്ണി നോക്കിയാല് അവൾ എത്ര എണ്ണമാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തി ഇവിടെ എഴുതിക്കൂടെ. അതുപോലെ തന്നെ നോക്കിക്കേ, അച്ചു ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളുടെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പം അവൻ എത്ര എണ്ണമാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തിയിട്ട് അച്ചുവിന് നേരെയുള്ള കോളത്തിൽ എഴുതണം. ലാസ്റ്റ് വൺ നമ്മുടെ പീലിയാണ്. പീലി ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതും എത്ര എണ്ണമാണ് എന്നുള്ളത് മക്കളെ എണ്ണിയിട്ട് എന്ത് ചെയ്യണം, പീലിയുടെ നേരെയുള്ള കോളത്തിൽ എഴുതണം കേട്ടോ. ആദ്യം മക്കൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ കൂട്ടുകാരും ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങൾ എത്ര എണ്ണം വീതമാണെന്നുള്ളത്. ഓക്കെ മക്കളെ, നമ്മുടെ ആദ്യത്തെ കൂട്ടുകാരി ആരായിരുന്നു? അനു ആണ് അല്ലേ. അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യാ, ടീച്ചറുടെ കൂടെ ഉച്ചത്തിൽ എണ്ണ കേട്ടോ. നമ്മുടെ അനു ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രം എത്രയാണ് നമുക്ക് കണ്ടെത്തണം അല്ലെ. എന്നാൽ എല്ലാവരും എണ്ണിക്കേ. 1 2 3 4 5 6 7 8 അല്ലെ. എത്രയാണ് മക്കളെ?
എത്രയാണ്? 8 നക്ഷത്രങ്ങളാണ് അനു ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അതായത് 8 സ്റ്റാർസ് ആണ് നമ്മുടെ അനു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മക്കൾ എവിടെ എഴുതണം? ദാ അനു എന്ന് പറയുന്ന കോളത്തിലെ മക്കൾ എന്ത് ചെയ്യാ? അതിന്റെ എണ്ണം എഴുതുക കേട്ടോ. എത്രയാണ്? 8 എന്ന് കിട്ടി. അടുത്ത നോക്കിക്കേ മക്കളെ, അടുത്ത നമ്മൾക്ക് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ അച്ചു ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, എണ്ണി നോക്കാം. ഇനി നമുക്കൊന്ന് ഇംഗ്ലീഷിൽ എണ്ണ അല്ലെ. എല്ലാ കൂട്ടുകാരും എണ്ണ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ മക്കളെ, എത്ര നക്ഷത്രങ്ങളാണ്? 11 നക്ഷത്രങ്ങളാണ് നമ്മുടെ അച്ചു ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. കുറച്ച് അധികം തന്നെ നമ്മുടെ അച്ചു ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. മിടുക്കനാണ് അല്ലെ. അടുത്ത നോക്കിക്കേ, നമ്മുടെ പീലിയാണ്. പീലി എത്ര നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? നോക്കിക്കേ, 1 2 3 4 5 6. എത്രയാ മക്കളെ? 6 ആണ് അല്ലെ. 6 നക്ഷത്രങ്ങളാണ് നമ്മുടെ പീലി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം നമ്മൾ ക്ലിയർ ആക്കി ചെയ്തു അല്ലെ. അനുണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങൾ നമ്മൾ കണ്ടെത്തി, അച്ചുണ്ടാക്കിയിട്ടുള്ള എണ്ണം നമ്മൾ കണ്ടെത്തി, അതുപോലെ തന്നെ നമ്മുടെ പീലി ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രവും നമ്മൾ കണ്ടെത്തി. എല്ലാ കൂട്ടുകാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ മക്കളെ, ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നക്ഷത്രം ഉണ്ടാക്കിയത് ആരാണ്? ഏറ്റവും കൂടുതൽ എണ്ണം നക്ഷത്രം ഉണ്ടാക്കിയത് ആരാണ്? ആരാണ് മക്കളെ? നോക്കിക്കേ, അനു ആണോ, അച്ചു ആണോ, അല്ലെങ്കിൽ നമ്മുടെ പീലിയാണോ ഉണ്ടാക്കിയത്? അത് നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ പെട്ടെന്ന് പറയാനായിട്ട് പറ്റൂലേ. ഇവിടെയാണ് ഒരുപാട് എണ്ണം ഉള്ളത് അല്ലെ. നമ്മുടെ അച്ചു ആണ് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ 8 11 6 എന്നതാണ് അല്ലെ. അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നമുക്കറിയാം 11 ആണ്. 11 എന്ന് പറയുന്നത് ആരുടെ നേരെയാണുള്ളത്? നമ്മുടെ അച്ചുവിന്റെ നേരെയാണുള്ളത്. അതായത് അച്ചു ആണ് ഇവരുടെ 3 പേരുടെയും കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണം നക്ഷത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ മക്കളെ, എങ്കിൽ ടീച്ചർ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ 3 പേരിൽ ആരാണ് ഏറ്റവും കുറച്ച് എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്? ഏറ്റവും കുറവ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? വേഗം ഒന്ന് മക്കള് പറഞ്ഞേ, ആരാണ്? ഇവിടെ 6 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട് അല്ലെ. ഈ തന്നിട്ടുള്ള 3 സംഖ്യയിൽ ഏറ്റവും ചെറുത് 6 ആണെന്ന് നമുക്കറിയാം. ആര് നേരെയാണ് 6 നോക്കിക്കേ? നമ്മുടെ പീലിയുടെ നേരെയാണ് അല്ലെ. അതായത് പീലിയാണ് ഏറ്റവും കുറവ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. കിട്ടി, വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയല്ലേ. ഓക്കെ മക്കളെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ അനുവിനേക്കാൾ എത്ര കൂടുതൽ നക്ഷത്രങ്ങളാണ് അച്ചു ഉണ്ടാക്കിയത്? എന്താണ് മക്കളെ? അനുവിനേക്കാൾ എത്ര കൂടുതൽ നക്ഷത്രങ്ങളാണ് അച്ചു ഉണ്ടാക്കിയത്? നമുക്കറിയാം അല്ലെ, അനു ഉണ്ടാക്കിയത് 8 നക്ഷത്രമാണ്, അച്ചു ഉണ്ടാക്കിയതോ 11 നക്ഷത്രമാണ്. നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചത്? അനുവിനേക്കാൾ എത്ര കൂടുതൽ നക്ഷത്രമാണ് നമ്മുടെ അച്ചു ഉണ്ടാക്കിയത് എന്നതാണ് അല്ലെ. നമുക്കറിയാം അനു 8 ആണ്. 8ൽ നിന്ന് എവിടേക്ക് എത്തണം? 11ലോട്ട് എത്തണം. നോക്കിക്കേ മക്കളെ, നമുക്ക് 8നെ 11ലോട്ട് എണ്ണി എത്തിച്ചാലോ? 8 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണ്? 9 10 11 അല്ലേ. അപ്പം എത്ര കൂടുതലാണ്? 3 നക്ഷത്രങ്ങൾ കൂടുതലാണ്. അനുവിനേക്കാൾ അച്ചു 3 നക്ഷത്രങ്ങൾ അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ? 3 ആണ് അല്ലേ. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? വീഡിയോ കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് അടിച്ചിട്ട് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതുപോലെ തന്നെ മക്കൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അനുവിനേക്കാൾ എത്ര കുറവ് നക്ഷത്രങ്ങളാണ് പീലി ഉണ്ടാക്കിയത്? അനുവിനേക്കാൾ എത്ര കുറവ് നക്ഷത്രങ്ങളാണ് പീലി ഉണ്ടാക്കിയത്? നോക്കിക്കേ മക്കളെ, നമുക്കറിയാം അനു 8 നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പീലി 6 നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്? അനുവിനേക്കാൾ എത്ര കുറവ് നക്ഷത്രങ്ങളാണ് നമ്മുടെ പീലി ഉണ്ടാക്കിയിട്ടുള്ളത്? നോക്കിക്കേ മക്കളെ, പീലി 6 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പീലിക്ക് നമ്മുടെ അനുവിന്റെ അടുത്തേക്ക് എത്തണം അല്ലെ. അതായത് 6ൽ നിന്ന് 8ലോട്ട് എത്തണം. എത്രയിൽ നിന്ന്? 6ൽ നിന്ന് 8ലോട്ട് എത്തണം. അപ്പൊ നമുക്ക് 6നെ 8ലേക്ക് ഒന്ന് എത്തിച്ചു നോക്കിയാലോ? 6 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ എത്രയാണ് മക്കളെ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 6 കഴിഞ്ഞാല് 7 8 അല്ലെ. എത്ര സംഖ്യകൾ ചേർന്നപ്പോഴാണ് നമുക്ക് 8 കിട്ടിയിട്ടുള്ളത്? എത്രയാണ്? 6ലോട്ട്
2 ചേർത്തപ്പമാണ് നമുക്ക് 8 കിട്ടിയിട്ടുള്ളത് അല്ലെ. അതായത് നമ്മുടെ പീലി അനുവിനേക്കാൾ 2 നക്ഷത്രങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കിട്ടിയോ മക്കളെ? ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് മക്കൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരിക കേട്ടോ. ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് ആരാന്ന് കണ്ടുപിടിച്ചു, ഏറ്റവും കുറവ് ഉണ്ടാക്കിയത് ആരാന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അച്ചുവിനേക്കാൾ എത്ര കുറവാണ് അനു ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അനുവിനേക്കാൾ എത്ര കൂടുതലാണ് അച്ചു ഉണ്ടാക്കിയത്, പിന്നെ അനുവിനേക്കാൾ എത്ര കുറവാണ് പീലി ഉണ്ടാക്കിയത് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം മക്കൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന് വരും. എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം നന്നായിട്ട് പഠിക്കാട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മക്കൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ മക്കളും നല്ല കുട്ടികളായിട്ടിരുന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. ഉദ്ഗ്രഥനം 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം എന്ന് പറഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ അതിനാണെങ്കിൽ ഗണിതത്തിൽ നിന്നും മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ടീച്ചർ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ 2 ക്ലാസ്സിലെയും കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാ കൂട്ടുകാരും വീഡിയോസ് ഒക്കെ കാണാൻ. ഇനി അടുത്ത ദിവസം ടീച്ചർ നിങ്ങളുടെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.